നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യും ഭയങ്കര ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് ചെയ്യും. അത് ബിസിനസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, കുറച്ച് ഭയങ്കര ആത്മാർത്ഥയിക്കാരം ഒരു മാസം മാക്സിമം. പിന്നാണ് ആ ഒരു ആവേശം പിന്നെ ഉണ്ടാവില്ല, ആ ആത്മാർത്ഥത പിന്നെ ഉണ്ടാവില്ല. പിന്നെ അതിന് ചടപ്പ്, മടി, പല കാര്യങ്ങളും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തൊരു കാര്യമാണെങ്കിലും, ജിമ്മിന് പോകുന്നതാണെങ്കിലും ബിസിനസിന്റെ കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതെന്ത് കാര്യമായിട്ടും നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അത് പതിയെ പതിയെ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഏത് മേഖല പോയാലും എവിടെ പോയാലും നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയങ്ങൾ വരാം, പല കാര്യങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം, എല്ലാ കാര്യങ്ങളും വരാം. നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ നമ്മളെ ബോഡി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വയറ് കുറക്കണം, അല്ല മറ്റുള്ള തടി കുറക്കണം എന്ന് ചിന്തിച്ച് നമ്മളൊരു മാസം ജിമ്മിന് പോയതുകൊണ്ട് നമുക്ക് തടി കുറയും, അല്ല ബോഡി ബിൽഡിങ് ആവുമോ? ഇല്ല. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യണം. അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ, ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സക്സസിന്റെ കീ ആണ്, താക്കോല് എന്ന് പറയും. ഇത് നമ്മൾ കീപ്പ് ചെയ്യണം. ഇതില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.